നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തന്റെ മകൾ താനും തന്റെ ഭാര്യയും ഓമനിച്ച് വളർത്തിയ, തനിക്ക് അന്ത്യകർമ്മം ചെയ്യാൻ പോലും ബാക്കിയുണ്ടായിരുന്ന തന്റെ ഒരേ ഒരു മകൾ ഒരു മലപ്പുറംകാരന്റെ, ഒരു 27-കാരന്റെ ലൈംഗിക അടിമയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കിയ ഒരു അച്ഛന്റെ വേദനയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി നമ്മൾ മലയാളികൾ എല്ലാവരും കേട്ടത്. ആദ്യ ദിവസം തന്നെ IB ഉദ്യോഗസ്ഥയുടെ ചിത്രം പുറത്തു വന്ന സാഹചര്യത്തിലൊക്കെ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തോരം ഓമനത്തമുള്ള മുഖമെന്ന്. പക്ഷേ ഇനി ആ ഓമനത്തമുള്ള മുഖത്തിന്റെ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കുവാനോ ആ ചിത്രങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനോ ഇനി വാർത്തകളിൽ ഉൾപ്പെടുത്തുവാനോ ഒന്നും തന്നെ കഴിയുകയില്ല. എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ട്രെയിൻ തട്ടി മരിച്ച ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകനായ സുഖാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന ഉദ്യോഗസ്ഥയുടെ പിതാവിന്റെ ആരോപണത്തോടുകൂടി വിഷയത്തിൽ പുതിയ ട്വിസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. സത്യത്തിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട തെളിവുകളാണ് ഇപ്പോൾ അച്ഛൻ നേരിട്ടിറങ്ങി കണ്ടെത്തിയിരിക്കുന്നത്. തന്റെ മകൾക്ക് നീതി കിട്ടും വരെ താൻ പോരാടുമെന്ന ദൃഢപ്രതിജ്ഞ തന്നെയാണ് ആ അച്ഛനെ കൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ മകൾ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിനിരയായി എന്ന ഒരു കണ്ണീര് പോലും ഇല്ലാതെ വളരെ ശക്തിപൂർവ്വം ദൃഢമായി അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത്. കരഞ്ഞു വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ ഇനി കാര്യമില്ല, ഇനി പോരാട്ടത്തിന്റെ മണിക്കൂറാണ്. കഴിഞ്ഞ ദിവസവും ഈ പെൺകുട്ടിയുടെ അമ്മയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, മകൾക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാടുക തന്നെ ചെയ്യും. ഇത്രയും ദിവസമായിട്ടും കേസിനാസ്പദമായ ആരോപണ വിധേയനായ ഈ യുവാവിനെ പിടികൂടാൻ പോലീസ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ അവസാന നിമിഷം ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ വളഞ്ഞിട്ട് പിടിക്കാൻ തന്നെയാണ് ശ്രമം. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുള്ള സുഖാന്ത് സുരേഷ് എന്ന ഈ വ്യക്തി, ഈ IBS ഉദ്യോഗസ്ഥൻ ഏറ്റവും ഒടുവിൽ, അതായത് 25-ാം തീയതി, മാർച്ച് 25-ാം തീയതി വീട്ടിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മയെയും അച്ഛനെയും കൂട്ടി ഇയാൾ എവിടേക്കോ മറഞ്ഞു കളഞ്ഞത്. അത്രയും നേരം കൂടെ നിന്ന കൂട്ടുകാർക്ക് പോലും അറിയില്ല ഇയാൾ എവിടെയാണെന്ന്. എന്നാൽ ആരുടെയും സംരക്ഷണമില്ലാതെ ഇത്രയും ദിവസം ഒരാൾക്ക് ഒളിത്താവളത്തിൽ തങ്ങാൻ സാധിക്കുമോ എന്ന സംശയം തന്നെയാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന തെളിവുകൾ കണ്ടുപിടിച്ചത് അച്ഛൻ തന്നെയാണ്. ബാഗിലെ ചില രേഖകളും ചില ബില്ലുകളും ഒക്കെയാണ് ഇതിനൊക്കെ തന്നെ സാധൂകരിക്കുന്ന തെളിവുകൾ എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ അതൊക്കെ എന്താണ് എന്ന് കൃത്യമായി വിശദീകരിച്ചില്ല എങ്കിൽ പോലും ഹോട്ടൽ മുറിയിലെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതിന്റെ ബില്ലടക്കമുള്ളവ കണ്ടെത്തി എന്നാണ് അച്ഛൻ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ഇവർ ഇത്രയും അടുപ്പത്തിലായിരുന്നു എന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ അറിയാം. ഇത്ര ലൈംഗികപരമായി ഉപയോഗിക്കുന്നു, തന്റെ സാമ്പത്തികപരമായി തന്നെ ചൂഷണം ചെയ്യുന്നു. ഒടുവിൽ തനിക്ക് നിക്കക്കള്ളി ഇല്ലാതെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ഇറങ്ങി തിരിച്ചത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, വിവരം വട്ടപൂജ്യമാകുന്ന ഒരു ഘട്ടത്തിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാകുന്നു. 24 വയസ്സാണ് പ്രായം. വിവാഹ വാഗ്ദാനം നൽകിയായിരിക്കും ഒരു പക്ഷേ പീഡനമൊക്കെ തന്നെ നടന്നിട്ടുണ്ടാവുക. 24 വയസ്സായ പെൺകുട്ടിയാണ്. വളരെ ധൈര്യപൂർവ്വം രംഗത്തെത്തി ഇതിനെതിരെ നിയമപരമായി പോരാടുന്നതിന് പകരം ഈ ട്രെയിനിന് മുന്നിൽ കൊണ്ട് തല വെച്ച് കൊടുത്ത എന്തിനാണ് എന്ന ചോദ്യമുണ്ട്. പക്ഷെ ചിലർ പറയുന്നുണ്ട്, ചിലർ മരിച്ചാലെങ്കിലും പോരാട്ടം തുടരുന്നത് അവിടെ നിന്നാണ്, ചിലരുടെ മരണം ഒരു പോരാട്ടത്തിന് തുടക്കമായിരിക്കുമെന്ന്. അങ്ങനെ ആയിരിക്കാം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ന്യായീകരണവും മറുവശത്ത് വരുന്നുണ്ട്. എന്തായാലും ആ അച്ഛന്റെ ശബ്ദം ഒന്ന് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ദിവസം വളരെ ദയനീയ അവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മോള് മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോൾ അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വക്കീലിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പേട്ട CA കാണുക. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനിയും ബാക്കി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്കൌട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മരണകാരണം അദ്ദേഹത്തിൻ്റെ പ്രേരണ, അതായത് ഈ സുഖാന്ത് സുരേഷിൻ്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. അംഗീകരിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ എന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പലയിടത്ത് സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ, നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു. അല്ല, വേറെ കുറച്ച് തെളിവുകൾ, മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ അന്ന് ഇപ്പോൾ കറക്റ്റ്, ഇപ്പോൾ അവർ കൂടുതൽ, അതായത്
അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത രേഖകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ, അതായത് ഫിനാൻഷ്യൽ ചീറ്റിങ്, പിന്നീട് കിട്ടിയ രേഖകളും എല്ലാം കൊടുത്തതിൽ നിന്ന് അവർ കൂടുതൽ അതിൻ്റെ ബേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്നും അവർ പല സ്ഥലത്തും, ഇന്നലെ രാത്രി 12 മണിക്കാണ് അവർ ഇത് നമ്മുടെ മൊഴിയെടുത്തിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അമ്മയുടെ മൊഴിയെടുത്തു, അതിനുശേഷം തിരിച്ചു വന്നു. പല സ്ഥലത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മറ്റ് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, സുഗാന്തിൻ്റെ തെളിവെന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത, അതായത് നമ്മൾ ഹാജരാക്കിയ ചില പേപ്പറുകളൊക്കെയാണ്. അതിൽ നിന്നും അതിൽ പ്രകാരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ല. അതായത് നമ്മളിപ്പോൾ കൊടുത്ത രേഖയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം 306 അല്ലെങ്കിൽ അങ്ങനെ അത് ഇഷ്ടമുള്ള അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് ഐബിക്കും നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാന രഹസ്യ അന്വേഷണം ഏജൻസിക്ക് സ്വന്തം ജീവനക്കാരെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് വിചിത്രം. ഈ വിഷയം കേന്ദ്ര സർക്കാർ ഗൌരവത്തോടുകൂടി എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് അച്ഛനും ബന്ധുക്കളും പേട്ട CIയെ കാണാനെത്തിയത്. മകൾ സുഗാന്തിനെ നിന്നും ലൈംഗിക അതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയത്. യുവതിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തുക ബാങ്ക് രേഖകളും പോലീസിന് നൽകിയിട്ടുണ്ട്. ഈഞ്ചക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിയെ മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുഹൃത്ത് സുഗാന്തിനായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത്. സുഗാന്ത മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി സൂചനകളുണ്ട്. ലൈംഗിക അതിക്രമം സംബന്ധിച്ച തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് യുവതിയുടെ അച്ഛൻ അറിയിച്ചു. സുഗാന്ത 3.5 ലക്ഷം രൂപയോളം മകളിൽ നിന്നും തട്ടിയെടുത്തുവെന്നും പിതാവ് ആരോപിക്കുകയാണ്. നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് ഐബിക്ക് നാണക്കേടായി മാറിയിട്ടുണ്ടെന്നും ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ ഐബി വൈകുന്നതും ദുരൂഹത കൂട്ടുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന 23 വയസ്സുകാരി മാർച്ച് 23-നാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. കൊച്ചി വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥനാണ് മലപ്പുറം സ്വദേശിയായ ഈ സുഗാന്ത. IB പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത്. പിന്നീട് പലവട്ടമായി ഇയാൾ IB ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണ്ണമായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിരുന്ന തെളിവുകളും ലഭിച്ചു. ഈ തെളിവും കണ്ടെത്തിയത് അച്ഛൻ തന്നെയാണ്. പോലീസ് ചെയ്യേണ്ട പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പോലീസ് ചെയ്യേണ്ട പല കാര്യങ്ങളുമാണ് അച്ഛൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യവും കൂടി വളരെ ശക്തമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കും. അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ അച്ഛനും ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് എന്നുള്ളത്. സുഗാന്തുമായുള്ള അടുപ്പം ഉദ്യോഗസ്ഥർ വീട്ടിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിവാഹ കാര്യത്തിൽ നിന്ന് സുഗാന്ത് ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് പെൺകുട്ടി മാനസിക സംഘർഷത്തിലായിരുന്നു. തുടർന്നാണ് ജോലി കഴിഞ്ഞ വരവെ സുഗാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ല എന്ന ആഭ്യന്തര ചട്ടം സുഗാന്ത് ലംഘിച്ചുവെന്നാണ് IBയുടെ കണ്ടെത്തൽ. സുഗാന്തിന്റെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്ന വിവരമുണ്ട്. IBയിലെ പ്രൊബേഷണറി ഓഫീസറാണ് സുഗാന്ത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് കൂടിയാണ്. ഈ പ്രൊബേഷനിൽ ആയതിനാൽ തന്നെ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട്. ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയാക്കിയ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് പേട്ട പോലീസ് പറയുന്നു. യുവതി ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുൻപും സുഹൃത്തായ യുവാവിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. മരണവിവരം അറിഞ്ഞ സുഗാന്ത് ആത്മഹത്യ പ്രവണത പ്രകടിപ്പിച്ചിരുന്നു. അന്വേഷണം നടത്തുന്ന പേട്ട പോലീസ് കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിലെത്തിയെങ്കിലും ആരെയും കാണാനും സാധിച്ചില്ല. എന്നാലും ഈ ഒരു കേസിൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അച്ഛൻ നേരിട്ട് രംഗത്ത് ഇറങ്ങിയതുകൊണ്ട് മാത്രം ഈ കേസ് ഇവിടം വരെയായി. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയേണ്ടതുണ്ട്. സുഗാന്ത് എവിടെ എന്ന പ്രധാന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടുമില്ല.